ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർടൈൻമെൻറ്റ് കീഴിലെ ഇക്കിഴി ഒപ്പീനിയനാണ്. അതായത് നമുക്ക് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ആറാട്ടണ്ണൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ബ്രഹ്മയുഗം സിനിമ കണ്ടതിന് ശേഷം ഈ ക്യാരക്ടർ ലാലേട്ടനാണ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയേനെ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അതായത് മമ്മൂക്ക ചെയ്ത ക്യാരക്ടർ കുടമൺ പോറ്റി. സിമ്പിളായിട്ട് കണ്ണും പൊട്ടി പറയാം, നോ നടക്കൂല. തീർച്ചയായിട്ടും അത് അത്ര തന്നെ ഉള്ളൂ. നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. മമ്മൂക്ക ഈ സിനിമയിൽ ബ്രഹ്മയുഗത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ വേറെ ആരെ കൊണ്ടും എടുത്താൽ പൊന്തില്ല. ഈ ലോകത്ത് ചെയ്യാൻ ആളുണ്ടോന്ന് സംശയമാണ്. ചെയ്യുമായിരിക്കും, പക്ഷെ ഈ രീതി ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, അതിപ്പം ഒരു നടൻ എന്ന നിലയ്ക്ക് അവരെല്ലാരും ശ്രമിച്ചു നോക്കും. പക്ഷെ മമ്മൂക്ക ചെയ്തതിന്റെ അതിന്റെ ഒരു കാൽഭാവം എത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഒന്ന് മേക്ക് ഓവർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് മറ്റൊരാളായിട്ട് ഫീൽ ചെയ്യണം. മമ്മൂട്ടിയിൽ നിന്ന് മാറി ശരിക്കും പരകായ പ്രവേശം എന്ന് പറയില്ലേ, വേറൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യണം. അത് ഒന്ന് ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ടോട്ടലി ലുക്കിൽ അപ്പിയറൻസ് വേറെ ആളായിട്ട് വന്നാൽ നിൽക്കണം, അത് നമുക്ക് തോന്നുന്നുണ്ട്. ഇനി ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഈ ഒരു ലുക്കിന് വേറെ ആളായിട്ട് തോന്നാൻ കൊടുക്കേണ്ട സാധനമാണത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ശരിക്കും ഒരു കുടമൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം പക്കയായിട്ടാണ് വന്ന് നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ആളെ കണ്ടിട്ടുമില്ല, അതിനു മുമ്പ് അങ്ങനെ ആളുണ്ടോന്നും അതറിയത്തില്ല. പിന്നെ അതുപോലെ ഇതിൽ സംസാരിച്ചിരിക്കുന്ന സ്ലാങ്, ആ സ്ലാങ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ നമുക്കറിയാം, നല്ല എന്താ പറയാ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമകൾക്ക് ഇഷ്ടംപോലെ. പക്ഷേ ഈ ഒരു സ്ലാങ്ങിലേക്ക് വരുമ്പം അത് മോഹൻലാൽ സ്ലാങ്ങിന്റെ കാര്യത്തിൽ എപ്പോഴും മോഹൻലാലിന്റെ ഒരു നെഗറ്റീവ് വരുന്നൊരു സംഭവമാണ്. അത് ആളുടെ ഒരു വീക്ക് പോയിന്റ് ആണ്. അതെ, അതായത് ആള് സംസാരിക്കുന്ന സ്ലാങ്ങില് എല്ലാത്തിലും പറയാ ചെയ്യുക. അതെ, വേറെ ക്യാരക്ടറുകൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സ്ലാങ് സംഭവിക്കാറില്ല. അപ്പോൾ അതുപോലെ ഇതിൽ ഈ സ്ലാങ് പിടിക്കാൻ ലാലേട്ടൻ രണ്ടാമതൊരു ജന്മം ജനിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ ഒരു സ്ലാങ്ങിൽ സംസാരിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതല്ലാണ്ട് ഇപ്പം മലയക്കോട്ടെ വാലിബനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. പക്ഷേ അതില് ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ, ഇത് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സാധനം ആറാട്ടണ്ണന്റെ ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ച് നമ്മളോട് ഒപ്പീനിയൻ പറയാൻ പറഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമ, ഇതിന്റെ സ്റ്റോറി ടെല്ലിങ് വേറെ രീതിയിലാണ്. അപ്പോൾ ബ്രഹ്മയുഗം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയണേ, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി, ഇപ്പോൾ ആ സ്ക്രിപ്റ്റ് വളരെ മോശം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും അത് പറഞ്ഞിട്ടില്ല. അതായത് സ്ക്രിപ്റ്റിലെ ഒരു ഭാഗം അത് മോശമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാത്തത് ഈ ഒരുക്കി വെച്ച സാധനം തന്നെ വേറെ സംവിധായകന്റെ കൈ കൊടുത്തിരുന്നെങ്കിൽ വേറെ ലെവലാക്കി തന്നേനെ. ഇപ്പൊ നമ്മളെ എടുത്തു പറയുന്നത് ഇപ്പം ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞു വരുന്നോണ്ടാണ്. അതെ, അതിലേക്ക് വരാനുണ്ട്. അപ്പോൾ അങ്ങനെ സാധനം അതിലുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന സാധനം എങ്ങനെ അവതരിപ്പിച്ചാലും സ്റ്റോറി ടെല്ലിങ്ങിന്റെ രീതിയല്ല. എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ ഉണ്ട്, ആ സിനിമയാണ് നമ്മളെ ഇഷ്ടപ്പെടുത്താത്തത്. അല്ലാതെ ഇങ്ങനെയുള്ള സിനിമ അല്ലെങ്കിൽ സ്ലോ പേസിൽ പറയുന്ന കഥ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല. ഇതും സ്ലോ പേസിൽ പോകുന്ന കഥ തന്നെയാണ്. അത് നമ്മളെ ഇഷ്ടപ്പെടുത്താനുള്ള കുറെ സംഭവം കൂടി വേണം, അത്ര സ്ലോ പേസിൽ പോവാണെങ്കിൽ. അതെ, അപ്പോൾ നമ്മൾ അതിൽ എടുത്തു പറഞ്ഞ സംഭവം എന്നും എപ്പോഴും നമ്മൾ എടുത്തു പറയും. വാലിബനായിട്ട് ഈ ഭൂമി മലയാളത്തിൽ ലാലേട്ടനല്ലാതെ വേറെ ആളില്ല. അതിപ്പോ നേരത്തെ പറഞ്ഞ തന്നെ മമ്മൂക്കനെ കൊണ്ട് പഠിച്ച പണി 18 നോക്കിയാലും നടക്കൂല. അത് സംഭവമാണ്, അത്ര ഗംഭീരമായിട്ടാണ് ആ ഫൈറ്റ്. പിന്നെ ഫൈറ്റിന്റെ കാര്യത്തിൽ നമുക്കറിയാം, എപ്പോഴും ലാലേട്ടനെ മമ്മൂക്കനെ കമ്പയർ ചെയ്യണ ഒരു സംഭവം. മമ്മൂക്കയുടെ മുകളിൽ എന്നും ലാലേട്ടൻ നിൽക്കും, അത് ഏത് പ്രായത്തിലായാലും. അതിനി എത്ര പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് നക്ഷത്രങ്ങളാണ്. ഇത് രണ്ടുപേരെയും മിനുങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ മിന്നുന്ന സമയമുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള കഴിവുകളാണുള്ളത്. ആ കഴിവുകൾക്കനുസരിച്ച് ഇവർ നന്നായിട്ട് മിന്നും. സത്യം, അത് ഓരോ ടൈമിലും അത് അങ്ങനെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയായിട്ടുള്ള ഒരു കമ്പാരിസൺ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കമ്പാരിസൺ അല്ല, ഇങ്ങനെ ഒരു ചോദ്യം വന്നു, അതിനൊരു അഭിപ്രായം, അതിനൊരു ഉത്തരം കൂടിയാണ്. കാരണം ഒരിക്കലും ഇപ്പം മമ്മൂക്ക ഈ ഒരു റോള്, ഒന്നാമത് ആറാട്ടണ്ണന് പറ്റിയൊരു തെറ്റുന്നാട്ടോ നമുക്ക് തോന്നിയത്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞത്, ഒരു ഇതില്ലാത്തൊരു അഭിപ്രായമായി പോയ പോലെ നമുക്ക് തോന്നിയത്. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്ക മാത്രം ചെയ്യേണ്ട ക്യാരക്ടർ,
അതിനകത്ത് ഇനി ആരും ഇല്ല, അതിന്റെ അപ്പുറം എന്ന് പറയാനൊന്നും ഇല്ല. അതെ. അപ്പം അതേപോലെ തന്നെയാണ് മോഹൻലാലിന്റെ സിനിമകളിലേക്ക് വരുമ്പോഴും വാലിബൻ, അതായത് ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, അതിന്റെ റിസൾട്ട് പോട്ടെ. പക്ഷെ വാലിബൻ ഞാൻ എഴുതുകയാണെങ്കിൽ, മച്ചാൻ എഴുതുകയാണെങ്കിലും ഇപ്പൊ ഈ കാണുന്ന ആൾക്കാരിൽ ആര് പേരെടുത്തുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും വാലിബൻ എന്ന കഥാപാത്രം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും മോഹൻലാലിന്റെ മുഖേ ഓർമ്മ വരുള്ളൂ. തീർച്ചയായിട്ടും അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏത് രീതിയിലേക്ക് പോകുമ്പോഴും. ഇപ്പം എന്തുകൊണ്ടാണ് MT രണ്ടാം മൂഴം ചെയ്യുന്നുണ്ട് അതിൽ ലാലേട്ടൻ തന്നെ ഭീമനാക്കുമെന്ന് പറഞ്ഞു. ഭീമനായിട്ട് നമ്മളിപ്പോ തോന്നുന്നു. അത് രണ്ടാം മൂഴം എന്ന നോവല് നമ്മൾ വായിക്കുമ്പോൾ ഭീമനായിട്ട് ഭീമന്റെ ഓരോ സംഭവങ്ങളും നമുക്ക് വ്യക്തമായിട്ട് ലാലേട്ടൻ അങ്ങനെ ഓർമ്മിപ്പിച്ചു തരും. ലാലേട്ടന് ആ കഥാപാത്രം ചെയ്താലേ നന്നാവുള്ളൂ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് വേറെ ആളെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതിനകത്ത് ഇപ്പൊ MD പറഞ്ഞിട്ടില്ല അത് മമ്മൂട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാ? അത് ഓരോരുത്തർക്കും അറിയാം, എഴുത്തുകാർക്ക് അറിയാം ഇത് ഇന്ന ആള് ചെയ്താൽ ഗംഭീരമായിരിക്കും. എഴുതുന്ന ഒരാള് ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചു, അയാൾക്ക് എന്തൊക്കെ സ്വഭാവം ഉണ്ടെന്നുള്ള എഴുതുന്ന ആൾക്ക് പക്കയായിട്ട് അറിയാം. ആ സ്വഭാവം ആര് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതും അയാളുടെ ഉള്ളിലുണ്ടാവും. ഇപ്പൊ ഈ വാലിബൻ ചെയ്ത ആണല്ലോ LJP, ആള് തന്നെയല്ലേ നൻപകൽ നേരത്തെ മയക്കം ചെയ്തത്. സത്യം. അത് മമ്മൂക്കയെ കൊടുത്തു, മമ്മൂക്കയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇത് വാലിബൻ, അത് മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടാഞ്ഞിട്ടൊന്നല്ലോ. അതായത് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അതിന് അവിടെ ലാലേട്ടൻ വേണം. അത് നിർബന്ധമാണ്. അത് ലാലേട്ടൻ ഗംഭീരാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു തർക്കവും ഇല്ലാത്തൊരു സംഭവം. ലാലേട്ടന്റെ ക്യാരക്ടർ ലാലേട്ടൻ അയാളെ കൊണ്ട് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഗംഭീരാക്കിയിട്ടുണ്ട്. അത് കൊടുത്ത രീതി ശരിയല്ലായിരുന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഇനി ആകെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിൽ പറയും. അവതരിപ്പിച്ച രീതി അത് മോശം സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ ആ സിനിമ ഇപ്പൊ നമുക്കിപ്പം 2024 നമ്മൾ എടുത്ത് എണ്ണം പറഞ്ഞ സിനിമകൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ഇപ്പം മലൈക്കോട്ടെ വാലിബൻ എന്നും പറഞ്ഞതിനെ ഭ്രമയുഗം, ആ ഒരു ഈ സാധനമാണ് ഇല്ലാണ്ടാക്കി. ഒരുപാട് സിനിമകളുണ്ട്, അതിൽ നമുക്കൊരു നഷ്ടമായിട്ട് കിടക്കുന്നത് സത്യം ഈ മലൈക്കോട്ടെ വാലിബനാണ്. ഞങ്ങൾ പറഞ്ഞു അതും കൂടി ഒന്ന് വിജയിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ വീഡിയോന്റെ മുമ്പിലല്ല, അല്ലാതെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നു. മാത്രമല്ല വേറൊരു ലെവലിലേക്ക് മലയാള സിനിമയെ ഉയർത്തും എന്ന് കരുതിയിരുന്ന ഒരു സിനിമയായിരുന്നു. ഉയർത്തിയേനേയും കാരണം അത് ആളുകൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു വൈബും കൂടി കൊടുക്കണം. അത് ഇല്ലാണ്ട് വരുമ്പോഴാണ്. പിന്നെ മാത്രമല്ല അതില് നമ്മളെ കളിയാക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതായത് വളരെ സീരിയസ് ആയിട്ട് സീന് വരുമ്പോൾ അത് കോമഡി ആക്കി മാറ്റുകയാണ്, വളരെ കോമഡി ആക്കിയിട്ട് അതിന്റെ സമീപനം കൊണ്ട്. തീർച്ചയായിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞെന്ന് ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവര് രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാൻ പറ്റുന്ന സംഭവങ്ങളല്ല. അത് ഒരിക്കലും പറ്റാത്തൊരു കാര്യം. അതിന് പറയുന്ന ആറാട്ടന് ചിലപ്പോൾ അങ്ങനെ പലതും തോന്നിയേക്കാം. നമുക്ക് എന്തായാലും വേറെ ആരെങ്കിലും അങ്ങനെ ഒരു സംഭവം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പം പ്രമേയം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങി വന്നിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇത് ലാലേട്ടൻ ചെയ്തായിരുന്നെങ്കിൽ ഗംഭീരമായതിന്? ഒരിക്കലും പറയില്ല. കാരണം ഇത് മമ്മൂക്കയ്ക്കുള്ളത് തന്നെയാണ്. ഇപ്പൊ മമ്മൂക്ക ചെയ്ത കഥാപാത്രവും അതേപോലെ ലാലേട്ടൻ ചെയ്ത വേറെ കഥാപാത്രങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന വേറെ കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ ചില കഥാപാത്രങ്ങളുണ്ട് ഒരിക്കലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയിട്ടും കാര്യമില്ല, നടക്കാത്ത ചില കഥാപാത്രം. അതിനൊരു പ്രമേയത്തിന്റെ ആളവിടെ ഇരുന്നിട്ട് പറയാം, ഇപ്പൊ രാഹുൽ സദാശിവൻ ഇത് മോഹൻലാലിനും ചെയ്താൽ മതിയായിരുന്നു കേട്ടോ, ഗംഭീര. അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇത് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയതാണ്. മമ്മൂട്ടിയാണ് അതിന്റെ മെയിൻ. അത് അത്ര തന്നെ ഉള്ളൂ. അതിന് മമ്മൂട്ടി തന്നെ വേണം, അതിന് മമ്മൂക്ക തന്നെ വേണം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്താണെങ്കിലും നമ്മൾ ഇവരെ കമ്പയർ ചെയ്തത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ഇവരെ രണ്ടുപേരും നമ്മൾ കമ്പയർ ചെയ്യാനുള്ള ആൾക്കാരൊന്നും അല്ല. എന്താണെങ്കിലും ഇനിയും നല്ല സിനിമകൾ ഇവരിൽ നിന്ന് തന്നെയാണ്. കൂടുതൽ ഞെട്ടിക്കാനുള്ളത് ഇവർ തന്നെയാണ് നമ്മളെ. അത് ഉറപ്പായിട്ടും ഞെട്ടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇനിയും സിനിമയെ അത്രത്തോളം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞങ്ങൾ ഇപ്പം പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.